തെക്കുകിഴക്കൻ ഏഷ്യയിലെ രണ്ട് അയൽ രാജ്യങ്ങൾ തായ്ലൻഡും കംബോഡിയയും. തായ്ലൻഡിനും കംബോഡിയക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തിരിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉയർന്നു വന്നിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലവും നാൾവഴികളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്നലെ ഇരു രാജ്യങ്ങളുടെയും സൈനിക സംഘർഷം രൂക്ഷമായി. തായ്ലൻഡിൻ്റെ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള അതിർത്തി തർക്കത്തിൻ്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോഴത്തെ സംഘർഷം. നോക്കാം, എന്താണ് ഈ തർക്കത്തിൻ്റെ ചരിത്രം, എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു സംഘർഷം, ഈ സംഘർഷം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ, പ്രതികരണങ്ങൾ എന്തെല്ലാമാണ്. തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി പെഡോങ്താൻ ഷിനവത്രയുടെ സസ്പെൻഷനും കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രി ഹുൻ സെനുമായുള്ള വിവാദ ഫോൺ സംഭാഷണവും ഈ തർക്കത്തെ എങ്ങനെ സങ്കീർണമാക്കിയെന്നും നോക്കാം. ആദ്യം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കാം. തായ്ലൻഡിനും കംബോഡിയക്കുമിടയിലുള്ള 817 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് തർക്കത്തിൻ്റെ കേന്ദ്രം. ഒരു നൂറ്റാണ്ടിലേറെയായി ഇവിടം പ്രശ്നങ്ങളുണ്ട്. ഈ തർക്കത്തിൻ്റെ വേര് കിടക്കുന്നത് 1907 ഒരു ഭൂപടത്തിലാണ്. അന്നവിടെ ഫ്രഞ്ച് കോളനി ഭരണകാലമാണ്. അക്കാലത്ത് കംബോഡിയയുടെ അതിർത്തി വരയ്ക്കുന്ന സമയം അതിർത്തിയിലുള്ള ഒരു നാച്ചുറൽ വാട്ടർ ഷെഡ് ലൈനിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂപടം തയ്യാറാക്കിയത്. എന്നാൽ തായ്ലൻഡ് ഈ മാപ്പിൻ്റെ കൃത്യതയെ ചോദ്യം ചെയ്തു. അന്നു മുതലേ അതിർത്തി സംബന്ധിച്ച പ്രശ്നങ്ങൾ ആരംഭിച്ചു. 1959, 1962 കാലഘട്ടത്തിലാണ് രൂക്ഷമായ മറ്റൊരു പ്രശ്നം ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുന്നത്. പ്രിയ വിഹാർ എന്നു പേരുള്ള പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലിയായിരുന്നു തർക്കമെന്നത്. ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി തായ്ലൻഡിനെതിരെ കംബോഡിയ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 1962 ഈ ക്ഷേത്രം കംബോഡിയയുടെ പ്രദേശത്താണ് എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചു. എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അതിർത്തി പ്രദേശങ്ങൾ ഇപ്പോഴും തർക്കത്തിലാണ്. 2000 ഇരു രാജ്യങ്ങളും ഒരു ജോയിന്റ് ബൗണ്ടറി കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. പക്ഷേ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിൽ ഈ കമ്മീഷൻ ഇതുവരെ വിജയിച്ചിട്ടില്ല. 2008-2011 കാലയളവിൽ തർക്കം വീണ്ടും രൂക്ഷമായി. പ്രിയ വിഹാർ ക്ഷേത്രത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് തർക്കം മൂർച്ഛിച്ചത്. 2008 ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സംഘർഷമുണ്ടായി. 2011 ഇത് കൂടുതൽ ഗുരുതരമായി. ഈ ഏറ്റുമുട്ടലിൽ 34 പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾ പലായനം ചെയ്യുകയും ചെയ്തു. ഇനി ഇപ്പോൾ പുതുതായി സംഭവിച്ച സംഘർഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 മെയ് 28 ഈ തർക്കത്തിൻ്റെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നത്. തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് എന്നിവിടങ്ങളുടെ അതിർത്തി കൂടിച്ചേരുന്ന എമറാൾഡ് ട്രയാങ്കിൾ എന്ന പ്രദേശത്ത് ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ നടന്നു. ഈ സംഘർഷത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇരുപക്ഷവും തങ്ങൾ സ്വയം പ്രതിരോധത്തിനായാണ് വെടിവെച്ചതെന്ന് അന്ന് ആരോപിച്ചു. ഈ സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കി. തായ്ലൻഡ് തങ്ങളുടെ അതിർത്തി കടക്കുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കംബോഡിയ ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. തായ്ലൻഡിൽ നിന്നുള്ള പഴം, പച്ചക്കറി ഇറക്കുമതി കംബോഡിയ നിരോധിച്ചു. തായ് സിനിമകളും ഇന്റർനെറ്റ് ബാൻഡ്വിഡ്ത്തുകളും എല്ലാം നിരോധിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഒരു തായ് സൈനികന്റെ കാൽ ലാൻഡ് മൈനിൽപ്പെട്ട് നഷ്ടപ്പെട്ടതോടെ തർക്കം കൂടുതൽ രൂക്ഷമായി. ഈ ലാൻഡ് മൈനുകൾ കംബോഡിയ പുതുതായി സ്ഥാപിച്ചതാണെന്നാണ് തായ്ലൻഡ് ആരോപിച്ചത്. ഇതിന്റെ പ്രതിഷേധമായി തായ്ലൻഡ് തങ്ങളുടെ അംബാസഡറെ തിരിച്ചു വിളിച്ചു. കംബോഡിയയുടെ അംബാസഡറെ പുറത്താക്കുകയും ചെയ്തു. ഇന്നലെ അവർ കംബോഡിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തി. തായ്ലൻഡിന്റെ ക്രൂരമായ സൈനികാക്രമണത്തെ കംബോഡിയ അപലപിച്ചു. ഈ ഏറ്റുമുട്ടലിൽ 11 തായ് സിവിലിയന്മാരും ഒരു സൈനികനും കൊല്ലപ്പെട്ടു. കാലങ്ങളായി തുടരുന്ന ഈ തർക്കം തായ്ലൻഡിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു സംഭവം നടന്നിരുന്നു. തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി പെഡോങ്താൻ ഷിനവത്ര കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രിയും സെനറ്റ് പ്രസിഡന്റുമായിരുന്ന ഹുൻ സെനുമായി ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. കൗതുകമെന്തെന്ന് ചോദിച്ചാൽ ഈ സംഭാഷണം ഹുൻ സെൻ റെക്കോർഡ് ചെയ്തു. 80-ലധികം ആളുകൾക്ക് അദ്ദേഹം തന്നെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഈ ഫോൺ കോളിൽ പെഡോങ്താൻ തായ്ലൻഡിന്റെ സൈനിക കമാൻഡറെ താൻ കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പരിഹസിച്ചിരുന്നു. ഹുൻസനെ അങ്കിൾ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. കംബോഡിയക്ക് ആവശ്യമുള്ള എന്തും ക്രമീകരിക്കാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. സംഭാഷണം ലീക്കായി. ഇതോടെ തായ്ലൻഡിൽ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നു. ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി തന്നെ തർക്കം നടക്കുന്ന രാജ്യത്തിന്റെ പഴയ തലവനോട് സ്വന്തം രാജ്യത്തിന്റെ സൈനിക മേധാവിയെക്കുറിച്ച് അപമാനിക്കും വിധത്തിൽ സംസാരിക്കുക, ശത്രുരാജ്യത്തിന് വേണ്ടി
ക്രമീകരണങ്ങൾ നടത്താമെന്ന് പറയുക. അവർ ശത്രുരാജ്യമാകട്ടെ ഇത് റെക്കോർഡ് ചെയ്ത് ലീക്കാക്കുക. ഇത് തായ്ലൻഡിൻ്റെ സൈന്യത്തിന് തീരെ സഹിച്ചില്ല. രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തായ്ലൻഡിൻ്റെ സൈന്യം. ഈ പരാമർശങ്ങൾ അവരെ അപമാനിച്ചുവെന്ന് സൈന്യം വാദിച്ചു. ജൂലൈ 1 36 സെനറ്റർമാർ പെഡോങ് താൻ ഭരണഘടന ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. തായ്ലൻഡിൻ്റെ ഭരണഘടനാ കോടതി പ്രധാനമന്ത്രിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ഇതോടെ തായ്ലൻഡിലെ ഫ്യൂ തായ് പാർട്ടി നേതൃത്വം നൽകുന്ന സഖ്യ സർക്കാർ അസ്ഥിരമായി. പേഡോങ് താന്റെ പിതാവ് തക്സിൻ ഷിനവത്രയും ഫോൺ വിളിച്ചോർത്തിയ കംബോഡിയൻ മുൻ പ്രധാനമന്ത്രി ഹുൻസെനും തമ്മിൽ ദീർഘകാലമായി ബന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതും ഈ തർക്കത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഈ സംഘർഷം തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമാധാനത്തിന് ഭീഷണിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം വളരെ ശ്രദ്ധയോടെയാണ് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തായ്ലൻഡിൻ്റെയും കംബോഡിയയുടെയും ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈന നിഷ്പക്ഷവും നീതിപൂർവവുമായ സമീപനത്തോടെ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആസിയാൻ ചെയർമാൻ കൂടിയായ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇരു രാജ്യങ്ങളുടെയും നേതാക്കളുമായി സംസാരിച്ച് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇരുപക്ഷത്തോടും പരമാവധി സംയമനം പാലിക്കാൻ ജപ്പാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തായ്ലൻഡിനും കംബോഡിയക്കും ഇടയിലുള്ള ഈ തർക്കം ചരിത്രപരവും രാഷ്ട്രീയപരവുമായ വളരെ സങ്കീർണതകളാൽ നിറഞ്ഞതാണ്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വെറും ഒരു അതിർത്തി തർക്കം എന്നതിൽ കവിഞ്ഞ് ഇന്ന് രണ്ട് രാജ്യങ്ങളുടെയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു സൈനിക സംഘർഷമായി മാറിയിട്ടുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഒരു ഭാഗത്ത്, റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു ഭാഗത്ത്, ഇപ്പോൾ തായ്ലൻഡ് കംബോഡിയ യുദ്ധം ആരംഭിക്കുന്നുവോ? രാജ്യാതിർത്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നന്നത്തെ ഉപജീവനത്തിനായി നെട്ടോട്ടമോടുന്ന സാധാരണ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാം കണ്ടും ആസ്വദിച്ചും അധികാരത്തിൻ്റെ മണിമാളികകളിൽ അപ്രമാദിത്യം പൂണ്ട് ആരൊക്കെയോ കൈകൊടുത്ത് ചിരിക്കുന്നുണ്ടാവണം.